നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ആശങ്കപ്പെടുത്തുന്നതാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ. വിവാഹവും മാതൃത്വവുമൊക്കെ ദിവ്യമായി കണ്ടിരുന്ന തലമുറ അന്യം നിൽക്കുകയാണ്. സ്ത്രീകൾക്ക് ഏറെ പരിചരണം വേണ്ടതാണ് പ്രസവകാലം എന്നിരിക്കെ അതുപോലും എത്ര ലാഘവത്തോടെയാണ് ചിലർ കാണുന്നത്. തൃശ്ശൂരിൽ 2 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത അവിവാഹിതയായ യുവതി പോലീസിന് നൽകിയ മൊഴി യൂട്യൂബ് നോക്കിയാണ് വീട്ടിൽ പ്രസവിച്ചതെന്നാണ്. കുട്ടികളെ കൊല്ലുന്നതിന് മുൻപായി ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ചിരുന്നതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചാണ് 2 തവണയും യുവതി ഗർഭം വീട്ടുകാരിൽ നിന്ന് പോലും ഒളിപ്പിച്ചത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ. ആദ്യം സ്വാഗതം. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ 2ാമത്തെ കുഞ്ഞിന്റെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി. 2ാം പ്രതി ഭവിന്റെ വീട്ടുപരിസരത്ത് നിന്നാണ് കുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയത്. സംഭവത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കും തെളിവെടുപ്പിനും ഒരുങ്ങുകയാണ് പോലീസ്. 2 കുട്ടികളുടെയും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണെങ്കിലും സാഹചര്യ തെളിവുകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസിൽ തുമ്പുണ്ടാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അനീഷ മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്ന സംശയത്തിൽ അത് തടയാനായാണ് ഭവിൻ സംഭവം വെളിപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഒന്നാം പ്രതി അനീഷ ആദ്യ കുഞ്ഞിനെ കുഴിച്ചിട്ട സ്വന്തം വീടിന്റെ പരിസരം, 2ാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ട 2ാം പ്രതി ഭവിന്റെ വീടിന്റെ പരിസരം, ഇവിടങ്ങളിലാണ് ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിൽ രാവിലെ അനീഷയുടെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ KS ഉന്മേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 4 വർഷം മുൻപ് ആദ്യം കൊലപ്പെടുത്തിയ കുട്ടിയുടെ ചില അസ്ഥികൾ കൂടി ഇവിടെ നിന്ന് കണ്ടെത്തി. 1 അടി താഴ്ചയിലെടുത്ത കുഴിയിൽ നിന്നും ചെറിയ എല്ലിൻ കഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. ഭവിന്റെ വീടിന്റെ പരിസരത്തു നിന്നാണ് 2ാമത്തെ കുഞ്ഞിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയത്. 2ഇടത്തു നിന്നും മണ്ണിന്റെ അവശിഷ്ടങ്ങളും ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഭവിനുമായി അനീഷ പ്രണയത്തിലായത്. തുടർന്നാണ് 2021 ആൺകുഞ്ഞിനെ പ്രസവിച്ചത്. ഈ കുട്ടിയെ അനീഷ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം സ്വന്തം വീട്ടുപറമ്പിൽ രഹസ്യമായി കുഴിച്ചിടുകയായിരുന്നു. കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗത്താണ് ആദ്യം കുഴിയെടുത്തത്. എന്നാൽ അയൽവാസി ഗിരിജ ഇത് കണ്ടതിനാൽ ആ സ്ഥലം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടു. 8 മാസത്തിനു ശേഷം കുഞ്ഞിന്റെ അസ്ഥി പുറത്തെടുത്ത് ഭവിന് കൈമാറി. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്റെ ദോഷം മാറാൻ കർമ്മങ്ങൾ ചെയ്ത് അസ്ഥി കടലിൽ നിമജ്ജനം ചെയ്യാമെന്ന് ഭവിൻ പറഞ്ഞു. എന്നാൽ എന്നെങ്കിലും അനീഷ തന്നെ ഉപേക്ഷിച്ചാൽ കുഞ്ഞിന് ജന്മം നൽകിയെന്നതിന്റെ തെളിവായി ഭവിൻ ഈ അസ്ഥി സൂക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പിന്നീടും ഭവിനുമായി ബന്ധം തുടർന്ന അനീഷ 2024 വീണ്ടും ഗർഭിണിയായി. വീട്ടിലെ മുറിയിൽ വെച്ച് 2ാമതും ഒരാൺകുഞ്ഞിനെ പ്രസവിച്ച അനീഷ കുഞ്ഞ് കരഞ്ഞതോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം സ്കൂട്ടറിൽ ഭവിന്റെ ആമ്പല്ലൂരിലെ വീട്ടുപറമ്പിലെത്തിച്ച് ഇരുവരും ചേർന്ന് രഹസ്യമായി കുഴിച്ചുമൂടിയെന്നാണ് മൊഴി. ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്നയാളാണ് അനീഷ. യൂട്യൂബ് നോക്കിയാണ് വീട്ടിൽ പ്രസവിച്ചതെന്നും പൊക്കിൾ കൊടി മുറിച്ചു മാറ്റിയതെന്നുമാണ് യുവതി നൽകിയ മൊഴി. ഗർഭിണിയായതോടെ ഇക്കാര്യം മറ്റുള്ളവർ അറിയാതിരിക്കാൻ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ഹോർമോൺ പ്രശ്നങ്ങൾ കാരണമാണ് വണ്ണം വയ്ക്കുന്നതെന്ന് പറഞ്ഞും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചതായി യുവതി പോലീസിനോട് പറഞ്ഞു. 2 കുട്ടികളെയും മാതാപിതാക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും മരണകാരണം ശാസ്ത്രീയ പരിശോധനകളിൽ തെളിയിക്കാനാകില്ലെന്നത് അന്വേഷണ സംഘത്തിന് മുന്നിലെ വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും CDR വിവരങ്ങളും മുഖ്യ തെളിവുകളാക്കി കേസിൽ തുമ്പുണ്ടാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണശേഷമാണ് ഭവിനും അനീഷയും തെറ്റിയത്. ബന്ധം തുടരാൻ അനീഷയ്ക്ക് താല്പര്യമില്ലെന്നും അതിനായാണ് കുഞ്ഞുങ്ങളെ കൊന്നതെന്നും ഇയാൾ വിശ്വസിച്ചു. യുവതി മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന സംശയം പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. കഴിഞ്ഞ ദിവസം വീണ്ടും വഴക്കുണ്ടായതോടെയാണ്
ബവിൻ അസ്ഥിയുമായി പോലീസിനെ സമീപിച്ചത്. അനീഷ ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ ഫോണിൽ ആദ്യത്തെ കുഞ്ഞിന്റെ ചിത്രങ്ങളുണ്ടെന്ന് ബവിൻ മൊഴി നൽകിയിട്ടുണ്ട്. അടുത്തിടെ വഴക്കുണ്ടായപ്പോൾ ഈ ഫോൺ ബവിൻ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു. അതിനാൽ ഈ ഫോൺ കണ്ടെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസിന്റെ നീക്കം. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ ബവിന്റെയും അനീഷയുടേതുമാണെന്ന് തെളിയിക്കാൻ DNA പരിശോധനയും നടത്തും. ബവിനോട് ചർച്ച ചെയ്ത ശേഷമാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് യുവതി നൽകിയ മൊഴി. കുട്ടികളെ കൊലപ്പെടുത്തുന്നതിന് മുൻപായി ചിത്രങ്ങളും ദൃശ്യങ്ങളും ഫോണിൽ ചിത്രീകരിച്ചിരുന്നതായി അനീഷയും പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തൃശൂർ. കോട്ടയം ഈരാറ്റുപേട്ടയിൽ ദമ്പതിമാർ ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു. യൂത്ത് കോൺഗ്രസ് രാമപുരം മുൻ മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു എസ് നായരും ഭാര്യ രശ്മി സുകുമാരനും മരിച്ചത് ബ്ലേഡ് മാഫിയ സംഘങ്ങളുടെ ഭീഷണി മൂലമാണെന്നാണ് പരാതി. കടുത്തുരുത്തിയിലെ ബ്ലേഡ് മാഫിയ സംഘങ്ങളായ യുവാക്കൾ ഇവരുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയെന്നും വിഷ്ണുവിനെ മർദ്ദിച്ചെന്നുമാണ് വിവരം. ഹോസ്റ്റലിൽ താമസിക്കുന്ന രശ്മിയെ അവിടെ എത്തി അവഹേളിച്ചെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. കൈകൾ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹം. മരുന്ന് കുത്തിവെച്ചാണ് ഇവർ മരിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ബ്ലേഡ് മാഫിയയുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ആരോപണവും പോലീസ് അന്വേഷിക്കും. ഇതിന്റെ ഭാഗമായി വീട്ടിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. ഈരാറ്റുപേട്ട പനക്കപ്പാലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വിഷ്ണുവിനെയും രശ്മിയെയും രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. കരാറെടുത്ത് കെട്ടിട നിർമ്മാണം നടത്തിയിരുന്ന വിഷ്ണുവിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പല ബ്ലേഡ് സംഘങ്ങളിലായി പണം കടം വാങ്ങിയിരുന്നു. ഇതിൽപ്പെട്ട കടുത്തുരുത്ത് സംഘമാണ് വിഷ്ണുവിനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചത്. ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ചെയ്ത് വരികയായിരുന്നു മേലികാവ് സ്വദേശിനിയായ രശ്മി. ജോലിക്കിടെ ഹോസ്റ്റലിൽ താമസിച്ച രശ്മിയെ അവിടെ എത്തിയും അധിക്ഷേപിച്ചതായി കുടുംബം മൊഴി നൽകി. ഇരുവരെയും കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിറിഞ്ച് ഉപയോഗിച്ച് മരുന്ന് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലാകും ഇക്കാര്യത്തിൽ വ്യക്തത കൈവരിക. എന്തായാലും ബ്ലേഡ് സംഘത്തെ തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് വയനാട് സ്വദേശി ഹേമേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കണ്ണൂരുകാരിയായ സ്ത്രീയെ ഉപയോഗിച്ചാണ് ഹേമേന്ദ്രനെ സംഘം കുടുക്കിയതെന്ന് പോലീസ് കണ്ടെത്തി. ഇവരെ കൊണ്ട് ഫോൺ വിളിപ്പിച്ച് വരുത്തിയാണ് ഹേമേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ബത്തേരിയിലെ വീട്ടിലെത്തിച്ച് കൊന്ന ശേഷം തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. കേസിലെ മുഖ്യപ്രതി നൌഷാദിനെ സൗദിയിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരുകാരിയായ സ്ത്രീയെ ഉപയോഗിച്ചാണ് ഹേമചന്ദ്രനെ കുടിക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഒരു ഡോക്ടറുടെ വീട്ടിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മുഖ്യപ്രതി നൌഷാദ പരസ്യം നൽകിയിരുന്നു. അതിലെ നമ്പറിലേക്ക് ഈ സ്ത്രീ വിളിച്ചപ്പോൾ അടുപ്പം സ്ഥാപിച്ച ശേഷം ഹേമചന്ദ്രനെ കുരുക്കിലാക്കാനുള്ള ജോലി ഇവരെ ഏൽപ്പിക്കുകയായിരുന്നു. ഹേമചന്ദ്രനിൽ നിന്ന് പണം കിട്ടാനുണ്ടെന്നും അത് വാങ്ങിത്തരാൻ കൂടെ നിൽക്കണമെന്നുമാണ് നൌഷാദ് ശ്രീയോട് പറഞ്ഞത്. തുടർന്ന് ഇവർ ഹേമചന്ദ്രനുമായി പരിചയം സ്ഥാപിച്ചു. പിന്നീട് ഫോണിൽ വിളിച്ച് നേരിട്ട് കാണാനെന്ന് പറഞ്ഞ നൌഷാദും സംഘവുമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഹേമചന്ദ്രൻ പണം കൊടുക്കാനുള്ള ഗുണ്ടൽപേട്ടിലെ ഒരു സ്ത്രീയുടെ സഹായം കൂടി സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. 1.5 വർഷം മുൻപ് കോഴിക്കോട്ട് നിന്നാണ് ഹേമചന്ദ്രനെ കാണാതായത്. വയനാട് ബത്തേരിയിലെ ഒരു വീട്ടിൽ എത്തിച്ചായിരുന്നു കൊലപാതകം. വിൽപ്പനയ്ക്കായി നൌഷാദിനെ മറ്റൊരാൾ ഏൽപ്പിച്ച വീടാണിത്. ഇവിടെ 2 ദിവസം തടവിൽ പാർപ്പിച്ച് മർദ്ദിച്ച ശേഷമാണ് കൊന്നതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. തുടർന്നാണ് ബത്തായിൽ നിന്ന് പാട്ടവയൽ വഴി വാഹനത്തിൽ കൊണ്ടുപോയി ചേരമ്പാടി വനമേഖലയിലുള്ള ചതുപ്പിൽ കുഴിച്ചുമൂടിയത്. ഹേമചന്ദ്രനെ രഹസ്യമായി കുഴിച്ചുമൂടാനാണ് കേസിൽ അറസ്റ്റിലായ സുൽത്താൻ ബത്തേരി സ്വദേശികളായ ജ്യോതിഷ് കുമാറിനെയും BS അജേഷിനെയും നൌഷാദ് വിളിച്ചു വരുത്തിയത്. നൌഷാദിനെ സൗദിയിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ഊട്ടി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ എത്തി തിരിച്ചറിഞ്ഞെങ്കിലും DNA പരിശോധനാ ഫലം ലഭിച്ച ശേഷമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ. കേസിൽ നൌഷാദിന് സഹായം ചെയ്ത മറ്റു പ്രതികളെ കൂടി പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്.
18 വയനാട്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നവവധു ജീവനൊടുക്കി. തിരുപ്പൂർ സ്വദേശിനി റിധന്യ എന്ന 27-കാരിയാണ് മരിച്ചത്. കാറിനകത്താണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് 78-ാം ദിവസമാണ് മരണം. ഭർത്താവിൻ്റെയും ഭർത്തൃവീട്ടുകാരുടെയും പീഡനം താങ്ങാനാകാതെയാണ് റിധന്യ ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഭർത്തൃവീട്ടിലെ പീഡനം സംബന്ധിച്ച് റിധന്യ ഭർത്താവ് അണ്ണാദുരയ്ക്ക് അയച്ച ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ഭർത്താവ് കവിൻകുമാറിനെയും മാതാപിതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുപ്പൂർ കൈകൊട്ടിപ്പുത്തൂർ സ്വദേശിയായ യുവതിയെ കാറിനകത്ത് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഞായറാഴ്ച ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് കാറിൽ പോയ റിധന്യ വഴിയോരത്ത് വാഹനം നിർത്തി കീടനാശിനി ഗുളികകൾ കഴിക്കുകയായിരുന്നു. ഏറെ നേരമായി കാർ വഴിയോരത്ത് കിടക്കുന്നത് കണ്ടതോടെ നാട്ടുകാരനാണ് വിവരം പോലീസിനെ അറിയിച്ചത്. മൃതദേഹം അവിനാശി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. റിധന്യ അച്ഛൻ അണ്ണാദുരയ്ക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ നിന്ന് ഭർത്താവ് കവിൻകുമാറിന്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി പറയുന്നുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കവിൻകുമാറിനും മാതാപിതാക്കൾക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് റിധന്യയുടെ ബന്ധുക്കൾ അവിനാശി സർക്കാർ ആശുപത്രിയുടെ മുൻപിൽ റോഡ് ഉപരോധിച്ച് സമരം നടത്തി. തുടർന്ന് കവിൻകുമാർ, മാതാപിതാക്കളായ ഈശ്വരമൂർത്തി, ചിത്രാദേവി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവ് ശാരീരികമായും ഭർത്തൃവീട്ടുകാർ മാനസികമായും പീഡിപ്പിക്കുന്നതായും മാതാപിതാക്കൾക്ക് ഭാരമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും റിധന്യ പിതാവിന് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഈ വർഷം ഏപ്രിലിലായിരുന്നു കവിൻകുമാറുമായി റിധന്യയുടെ വിവാഹം. 100 പവൻ സ്വർണവും 70 ലക്ഷം രൂപ വരുന്ന ആഡംബര കാറുമാണ് മാതാപിതാക്കൾ വിവാഹ സമ്മാനമായി നൽകിയത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. തിരുപ്പൂർ RDOയും അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ചെന്നൈ. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്ന കമിതാക്കളുടെ പല കഥകളും നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. സമാനമായൊരു സംഭവമാണ് കണ്ണൂരിലുണ്ടായത്. ഭർത്തൃമതിയായ യുവതിക്കൊപ്പം വളപട്ടണം പുഴയിൽ ജീവനൊടുക്കാൻ ചാടിയ യുവാവിനെ കാണാതായി. പെൺസുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടു. പെരിയാട്ടടക്കം സ്വദേശിയായ യുവാവിനായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. യുവതിയുടെ ഭർത്താവായ പോലീസുകാരൻ്റെ സുഹൃത്താണ് കാണാതായ യുവാവ്. ഞായറാഴ്ച രാത്രിയിലാണ് ദേശീയപാതയിൽ വളപട്ടണം പാലത്തിന് മുകളിൽ നിന്ന് ഇരുവരും താഴേക്ക് ചാടിയത്. യുവതി നീന്തി കരകയറിയെങ്കിലും ആൺസുഹൃത്തിനെ കണ്ടെത്താനായില്ല. രാവിലെയാണ് ബേക്കൽ പെരിയാട്ടടുക്കം സ്വദേശിനിയായ 35 വയസ്സുകാരിയെ വളപട്ടണം പുഴയുടെ ഓരത്ത് നാട്ടുകാർ കണ്ടത്. തുടർന്ന് വളപട്ടണം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി യുവതിയെ സ്റ്റേഷനിൽ എത്തിച്ച കാര്യങ്ങൾ ആരാഞ്ഞപ്പോഴാണ് ഇവർ സംഭവം വിശദീകരിച്ചത്. യുവാവിനായി പോലീസും ഫയർഫോഴ്സും പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഞായറാഴ്ച രാവിലെയാണ് പെരിയാട്ടടുക്കത്തെ വീട്ടിൽ നിന്ന് യുവതിയെ കാണാതായത്. തുടർന്ന് ബേക്കൽ പോലീസിൽ വീട്ടുകാർ പരാതി നൽകി. കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പുഴയുടെ തീരത്ത് യുവതിയെ കണ്ടെത്തിയത്. യുവതിയുടെ ഭർത്താവായ പോലീസുകാരൻ്റെ സുഹൃത്താണ് കാണാതായ യുവാവ് എന്നാണ് വിവരം. ന്യൂസ് 18 കണ്ണൂർ. UP-യിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. ദളിത് പെൺകുട്ടിയെ മതം മാറ്റാൻ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നുവെന്ന പരാതിയിൽ 2 പേർ UP-യിൽ പിടിക്കും. ദിൽഹട്ട് ഗ്രാമത്തിലെ താമസക്കാരായ കഹ്കാഷ് ബാനു, മുഹമ്മദ് കൈഫ് എന്നിവരാണ് അറസ്റ്റിലായത്. 15 വയസ്സുകാരിയെ തൃശ്ശൂരിലാണ് ഇവരെത്തിച്ചത്. തൻ്റെ മകളെ പണം നൽകി വശീകരിച്ച് മെയ് 8-ന് മതം മാറ്റാനായി കേരളത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് കുട്ടിയുടെ അമ്മയുടെ പരാതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടികളെ മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഘടിത റാക്കറ്റിന്റെ ഭാഗമാണ് ഇവരെന്നാണ് UP പോലീസ് പറയുന്നത്. ജൂൺ 28-ന് ലിൽഹട്ട് ഗ്രാമത്തിലെ ഗുഡ്ഡി ദേവി എന്ന സ്ത്രീ ഫുൽപൂർ പോലീസിനെ സമീപിച്ചതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. കഹ്കാഷ ബനോയും മറ്റൊരാളും
15 വയസ്സുള്ള തന്റെ മകളെ പണം നൽകി വശീകരിച്ച് മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു പരാതി. हमारी लड़की 8 मई को दावत खाने गई थी कोटेदार के बिटिया के साथ शादी में, और वहीं से गायब हो गई 10 बजे रात. हम हेर रहे थे कहाँ गई, और दरस्ता के साथ फूलपुर पैदल आई थी, और उसके बाद वहीं से गायब हो गई. यहाँ से इलाहाबाद एक लड़का ने पहुँचाया इलाहाबाद तक. ഫുൽപൂർ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിയത്. കഹ്കാഷ ബനോ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. കഹ്കാഷ ബനോയും മുഹമ്മദ് കൈഫും പെൺകുട്ടിയുമായി ആദ്യം ഡൽഹിയിലേക്കും പിന്നീട് കേരളത്തിലേക്കും ട്രെയിനിൽ കയറിയതായാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. लड़की ही रहने वाली तरकशा बानो पुत्री मोहम्मद इस्माइल उम्र 19 वर्ष द्वारा पहला फंसाकर व पैसों का प्रलोभन देकर उसकी 15 वर्षीय नाबालिग लड़की को धर्म परिवर्तन कराने के उद्देश्य से केरल ले जाया गया तथा इस संबंध में थाना फूलपुर पर सूचना देने पर अज्ञात नंबर से फ़ोन करके गाली गलौज व जान से मारने की धमकी दी. മുഹമ്മദ് കൈഫ് പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ഗർഭഛിദ്രശ്രമം നടത്തുകയും ചെയ്തുവെന്നും ആരോപണമുണ്ട്. തൃശൂരിൽ എത്തിയ പെൺകുട്ടിയെ മതം മാറാൻ പണം വാഗ്ദാനം ചെയ്തു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘമാണ് പിന്നിലെന്ന് പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടതോടെ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പോലീസിനെ സമീപിച്ച് ദുരിതങ്ങൾ വിവരിച്ചു. തുടർന്ന് പോലീസ് പ്രയാഗ്രാജിലെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുകയായിരുന്നു. പെൺകുട്ടിയെ തൃശൂരിലെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയും ചെയ്തു. നിലവിൽ പ്രയാഗ്രാജിലെ സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിലാണ് പെൺകുട്ടിയുള്ളത്. അതീവ പ്രാധാന്യത്തോടെയാണ് UP പോലീസ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ കേരള പോലീസും അന്വേഷണം തുടങ്ങിയതായാണ് വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പത്തനംതിട്ട കരിക്കിനത്ത് കൊലക്കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനത്തെ ചൊല്ലി പോലീസിൽ പോര് രൂക്ഷം. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനത്തിനെതിരെ പരാതി നൽകിയ ആലപ്പുഴ DYSP മധുബാബുവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി രംഗത്തെത്തി. മധുബാബു മുൻപ് നടപടി നേരിട്ട ഉദ്യോഗസ്ഥനെന്നാണ് SP-യുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതേസമയം പ്രോസിക്യൂട്ടർ നിയമനത്തെയും SP-യെയും പിന്തുണച്ച് കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പത്തനംതിട്ട കരിക്കിനേത്ത് കൊലക്കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനത്തെ ചൊല്ലി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കമാണ് പരസ്യപ്പോരിലേക്ക് എത്തിയിരിക്കുന്നത്. സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി TJ വിനോദ് കുമാറിനെതിരെ ആലപ്പുഴ DYSP മധുബാബു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. റൌഡി ലിസ്റ്റിലുള്ള അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി SP നിയമിച്ചുവെന്നായിരുന്നു മധുബാബുവിന്റെ പരാതി. തുടർന്നാണ് മധുബാബുവിനെതിരെ SP വാർത്താക്കുറിപ്പിറക്കിയത്. വസ്ത്രശാലയിലെ ജീവനക്കാരന്റെ കൊലപാതകത്തിൽ അന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥനാണ് മധുബാബു എന്നാണ് ആരോപണം. രണ്ടായിരത്തി 2013 നടന്ന കരിക്കിനേത്ത് കൊലപാതക കേസിന്റെ അന്വേഷണത്തിൽ പത്തനംതിട്ട CI ആയിരുന്ന മധുബാബു വീഴ്ച വരുത്തിയെന്നാണ് SP പരസ്യമായി ആരോപിക്കുന്നത്. കേസിൽ തെളിവുകൾ നശിപ്പിച്ചു എന്ന ഗുരുതര ആരോപണവും DYSPക്കെതിരെ വാർത്താക്കുറിപ്പിൽ SP ഉന്നയിക്കുന്നു. അതേസമയം പ്രശാന്ത് V കുറുപ്പിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചതിനെ അനുകൂലിച്ച് കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബം രംഗത്തെത്തി. CI ആയിരുന്നു MR മധുബാബു, അന്നത്തെ DSP ചന്ദ്രശേഖർ പിള്ള. അപ്പോൾ ആ ടീം കേസ് അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിച്ചു. അപ്പം അങ്ങനെ പ്രതികൾ രക്ഷപ്പെട്ട് നടക്കുന്ന സമയത്താണ് അടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ N രാജേഷിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അപ്പോഴാണ് പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടാനിടയായത്. അപ്പോൾ അന്ന് ഇദ്ദേഹം ഈ കേസിൽ തെളിവുകൾ നശിപ്പിക്കുകയും കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഈ കേസിൽ പ്രതിയാകേണ്ടതാണ്. ഹൈക്കോടതി ജഡ്ജ് കമാൽ പാഷയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇദ്ദേഹം ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വരേണ്ടതാണെന്നുള്ള വിധിയുണ്ട്. ആലപ്പുഴ DYSP മധുബാബു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നാരോപിച്ച് മുൻപ് പോലീസ് മർദ്ദനമേറ്റ SFI മുൻ ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട്. കേരള പോലീസിലെ ഏറ്റവും ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥനാണ് T മധുബാബു.
എന്നെ 2012 മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ അന്ന് തൊട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എന്നെപ്പോലെ നിരവധി ആളുകളെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസുകൾ ഇദ്ദേഹത്തിനെതിരെ നിലവിലുണ്ട്. അതുകൂടാതെ ഇദ്ദേഹത്തെ ശിക്ഷിച്ച കേസുണ്ട്. ഇപ്പോൾ ചേർത്തലയിൽ 2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു കേസ് ഇദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചത്. അതായത് കോട്ടയം കുറവിലങ്ങാട് ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ 5ഓ 6ഓ പരാതികൾ ഇദ്ദേഹം മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. എൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2016 പത്തനംതിട്ട SP ആയിരുന്ന ജയശങ്കർ സാർ അന്ന് അന്വേഷിച്ച് ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി വേണമെന്നും ഇദ്ദേഹത്തിനെ FIR ഇട്ട് കേസെടുക്കണമെന്നും അന്ന് അന്വേഷിച്ച് പോലീസിന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ യഥാർത്ഥത്തിൽ ഫോഴ്സിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. ജയകൃഷ്ണന്റെ ആരോപണം പുറത്തു വന്നതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോരിന് രാഷ്ട്രീയമാനം കൂടി വന്നിരിക്കുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ജീവിത സാഹചര്യം കൊണ്ട് ഒരു സ്ത്രീ തനിച്ച് താമസിക്കേണ്ടി വന്നാൽ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. നിയമസംരക്ഷണം ഉണ്ടെങ്കിലും ചില കഴുകൻ കണ്ണുകൾ അവരെ ദ്രോഹിക്കാൻ എത്തിയേക്കാം. കൊല്ലം ചിതറയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 56-കാരിയെ വീടിനുള്ളിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ ഒരാളെ പോലീസ് പിടികൂടി. കാഞ്ഞിരത്തുമൂട് പെരിങ്ങാട് സ്വദേശി 47-കാരനായ അനിൽകുമാറാണ് ചിതറ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഒറ്റയ്ക്ക് താമസിക്കുന്ന 56 വയസ്സുകാരിയാണ് അതിക്രമം നേരിട്ടത്. വീട്ടമ്മ കുളി കഴിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരുന്ന അനിൽകുമാർ കടന്നു പിടിക്കുകയായിരുന്നു. വായിൽ തുണി കുത്തിത്തിരുകി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. കുതറിമാറാൻ ശ്രമിച്ചപ്പോൾ വിവരം പുറത്തു പറഞ്ഞാൽ കെട്ടിത്തൂക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വീട്ടമ്മയുടെ പരാതിയിൽ പറയുന്നു. ബഹളം കേട്ട അയൽവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും അനിൽകുമാർ രക്ഷപ്പെട്ടു. ഒളിവിൽ കഴിഞ്ഞ അനിൽകുമാറിനെ ചിതറ പോലീസ് മടത്തറയ്ക്ക് സമീപത്തു നിന്നാണ് പിടികൂടിയത്. അനിൽകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ കേസിലെ പ്രതി NM നാരായണദാസിനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഹൈക്കോടതി ഉത്തരവ്. 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് നിർദ്ദേശിച്ചത്. കേസിലെ മറ്റൊരു പ്രതി ലിവിയയ്ക്കൊപ്പം ഇയാളെ ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ബംഗളൂരുവിൽ നിന്ന് പിടിയിലായ നാരായണദാസിനെ പോലീസ് കസ്റ്റഡിയിൽ വിടേണ്ടതില്ലെന്ന് നേരത്തെ തൃശൂർ സെഷൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ ആണ് ഹൈക്കോടതിയുടെ തീരുമാനം. ഷീല സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ സഹോദരിയായ ലിവിയ അടുത്തിടെ ദുബായിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ മുംബൈയിൽ വെച്ച് അറസ്റ്റിലായിരുന്നു. 2 പ്രതികളെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്യും. ഫെബ്രുവരി 27 ലഹരിമരുന്ന് കൈവശം വെച്ചതിന് ഷീല സണ്ണി അറസ്റ്റിലാകുന്നത്. ഫോൺ കോളിലൂടെ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് 72 ദിവസം ഷീല സണ്ണി ജയിലിൽ കഴിഞ്ഞു. പിടിച്ചെടുത്തത് LSD സ്റ്റാമ്പുകൾ അല്ല എന്ന് പരിശോധനയിൽ തെളിഞ്ഞതോടെയാണ് മോചനത്തിന് വഴി തെളിഞ്ഞത്. ലിവിയയുടെ നിർദ്ദേശം അനുസരിച്ച് എക്സൈസിനെ ഫോണിൽ വിളിച്ച് ഷീല സണ്ണിയുടെ പക്കൽ ലഹരിമരുന്നുണ്ട് എന്ന് അറിയിച്ചത് നാരായണദാസ് ആണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ബംഗളൂരുവിൽ വെച്ചാണ് നാരായണദാസും ലിവിയയും പരിചയത്തിലാകുന്നത്. തുടർന്ന് നാരായണദാസിനെ കൊണ്ട് ആഫ്രിക്കൻ വംശജനിൽ നിന്ന് LSD സ്റ്റാമ്പ് വാങ്ങിപ്പിക്കുകയായിരുന്നു. തനിക്കെതിരെ ആക്ഷേപകരമായ കാര്യങ്ങൾ ഷീല സണ്ണി പറഞ്ഞു നടന്നുവെന്നും ഇതിന് പകവീട്ടാനാണ് വാഹനത്തിൽ LSD സ്റ്റാമ്പ് വെച്ചത് എന്നുമാണ് ലിവിയ പോലീസിന് നൽകിയ മൊഴി. 2 പ്രതികളെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് 18 കൊച്ചി. റോഡിലുണ്ടാകുന്ന നിസ്സാര തർക്കങ്ങൾ പോലും ചിലപ്പോൾ വലിയ അക്രമങ്ങൾക്ക് വഴിവെക്കും. കോഴിക്കോട് താമരശ്ശേരിയിൽ വാഹനം മറികടന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിൽ ട്രാവലർ ഡ്രൈവറെയും യാത്രക്കാരെയും മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ പിക്കപ്പ് വാനിന്റെ ഡ്രൈവർക്കും കണ്ടാലറിയാവുന്ന മറ്റ് 8 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു.
താമരശ്ശേരി ചുരത്തിൽ വാഹനം മറികടന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കൈതപ്പൊയിലിൽ പിക്കപ്പ് വാൻ ഡ്രൈവറുടെ നേതൃത്വത്തിൽ 9ഓളം പേർ ചേർന്ന് ട്രാവലർ യാത്രക്കാരെയും ഡ്രൈവറെയും ആയുധമുപയോഗിച്ച് മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനത്തിൽ യാത്രക്കാരിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ട്രാവലർ ഡ്രൈവറെ മർദ്ദിക്കുന്നത് പിടിച്ചുമാറ്റാനെത്തിയപ്പോൾ മുഖത്തും ശരീരത്തിലും മർദ്ദിച്ചെന്ന് യാത്രക്കാരൻ രഞ്ജിത്ത് ആരോപിച്ചു. സംഭവത്തിൽ പിക്കപ്പ് ഡ്രൈവർക്കും കണ്ടാലറിയാവുന്ന മറ്റ് 8 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ചെറുകുളത്തൂർ സ്വദേശി രഞ്ജിത്തിന്റെ പരാതിയിലാണ് താമരശ്ശേരി പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ വാഹനത്തെ പിന്തുടർന്നവരെ പോലീസ് പിടികൂടി. 5 പേരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. മലപ്പുറം സ്വദേശികളാണ് പിടിയിലായവരെല്ലാം. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് വാഹനവ്യൂഹത്തെ പിന്തുടർന്നതെന്നാണ് ഇവരുടെ മൊഴി. ഞായറാഴ്ച രാത്രി വെങ്ങാലിപ്പാലം മുതൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ഉൾപ്പെട്ട ആംബുലൻസിനെ കാറിൽ പിന്തുടർന്നതിനാണ് 5 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം സ്വദേശികളായ നസീബ്, ജ്യോതിബാസ്, മുഹമ്മദ് ഹാരിസ് ഫൈസൽ, പാലക്കാട് സ്വദേശി അബ്ദുൾ വാഹിദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇവർ സഞ്ചരിച്ച രജിസ്ട്രേഷൻ നമ്പർ പതിക്കാത്ത കാറിൽ നിന്നും വോക്കി ടോക്കിയും കണ്ടെടുത്തിട്ടുണ്ട്. നഗരത്തിലെ ബ്ലോക്കിൽപ്പെടാതിരിക്കാനാണ് വാഹനവ്യൂഹത്തെ പിന്തുടർന്നത് എന്ന് യുവാക്കൾ പോലീസിന് മൊഴി നൽകി. നിർമ്മാണ മേഖലയിൽ ജോലിക്ക് ഉപയോഗിക്കുന്നതാണ് വോക്കി ടോക്കി എന്നും വാഹനത്തിന്റെ പുതുമ നിലനിർത്താനാണ് പുതിയ രജിസ്ട്രേഷൻ നമ്പർ വാഹനത്തിൽ പതിക്കാത്തത് എന്നുമാണ് ഇവരുടെ മൊഴി. ന്യൂസ് 18 കോഴിക്കോട്. എളുപ്പവഴിക്ക് പണം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന യുവാക്കളാണ് ലഹരി മാഫിയയുടെ വലയിൽ കുടുങ്ങുന്നവരിലേറെയും. സമീപകാലത്ത് നിരവധി യുവാക്കൾ ലഹരി കച്ചവടത്തിലേക്ക് തിരിഞ്ഞതായി കേസുകളുടെ എണ്ണം വ്യക്തമാക്കുന്നു. കൊല്ലം പുനലൂരിൽ കാറിൽ MDMA കടത്തവേ യുവാവ് അറസ്റ്റിലായി. അഞ്ചൽ ആലഞ്ചേരി സ്വദേശി നന്ദു കൃഷ്ണനാണ് അറസ്റ്റിലായത്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഇയാളെ ഏറെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. അഞ്ചൽ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് നന്ദു കൃഷ്ണൻ അറസ്റ്റിലായത്. പ്രതിയിൽ നിന്ന് MDMA കണ്ടെടുത്തു. ഇയാൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ പ്രതി ശ്രമിച്ചതായും സാഹസികമായാണ് നന്ദു കൃഷ്ണനെ പിടികൂടിയതെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ അഞ്ചൽ പുനലൂർ റോഡിൽ മാവിള ജംഗ്ഷന് സമീപമാണ് നന്ദുകൃഷ്ണൻ പിടിയിലായത്. ഇയാൾ നിരവധി അടിപിടി കേസുകളിൽ പ്രതിയാണ്. MDMA കടത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരം വർക്കലയിൽ 2 സ്കൂളുകളിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കുരക്കണ്ണി ഗവൺമെന്റ് LPSലും സമീപമുള്ള HVUP സ്കൂളിലുമാണ് സംഭവം. സ്കൂളിനുള്ളിൽ അതിക്രമിച്ചു കയറിയ സാമൂഹ്യവിരുദ്ധർ ഏറെ നാശനഷ്ടങ്ങൾ വരുത്തി. കുറ്റക്കാരെ കണ്ടെത്തി കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുരക്കണ്ണി ഗവൺമെന്റ് LP സ്കൂളിൽ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. ക്ലാസ് മുറികളിലെ ബോർഡുകളിലും ചുമരുകളിലും അസഭ്യവാക്കുകൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ ലബോറട്ടറിയുടെ പൂട്ട് തകർത്ത് അകത്ത് കയറി രാസവസ്തുക്കളും ഉപകരണങ്ങളും നശിപ്പിച്ചു. കുട്ടികളും അധ്യാപകരും കൈകഴുകാനും മറ്റും ഉപയോഗിക്കുന്ന ടാപ്പുകളും ഒടിച്ചു നശിപ്പിച്ചു. ശുചിമുറികളിലെ പൈപ്പുകളും സംഘം തകർത്തിട്ടുണ്ട്.
സ്കൂൾ ബസ്സിനകത്ത് സൂക്ഷിച്ചിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾക്ക് കേടുവരുത്തിയ ശേഷം സ്കൂൾ വളപ്പിൽ പല സ്ഥലങ്ങളായി ഉപേക്ഷിച്ചു. സമീപത്തുള്ള HVUP സ്കൂളിലും സമാന രീതിയിലാണ് അതിക്രമം കാണിച്ചിട്ടുള്ളത്. കുരക്കണ്ണി ഗവൺമെന്റ് സ്കൂളിൽ കഴിഞ്ഞ വർഷവും സാമൂഹിക വിരുദ്ധ ശല്യം അരങ്ങേറിയിരുന്നു. അന്നും പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിലും വർക്കല പോലീസിലും വിദ്യാഭ്യാസ വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിൽ നിരീക്ഷണ ക്യാമറകൾ അത്യാവശ്യമാണെന്നും പ്രഥമ അധ്യാപിക പറഞ്ഞു. അടുത്തടുത്ത് പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഒരേ സമയം ഉണ്ടായ അക്രമത്തിൽ രക്ഷിതാക്കളും നാട്ടുകാരും കടുത്ത പ്രതിഷേധത്തിലാണ്. News 18 Kerala Shock Credits. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ നമ്മുടെ നാട്ടിലും വർദ്ധിക്കുകയാണ്. പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ വിവാഹബന്ധങ്ങളിലേതുപോലെ നൂലാമാലകളില്ലാതെ വളരെ വേഗം പിരിഞ്ഞു പോകാമെങ്കിലും പലരും പങ്കാളികളോട് പകയോടെ പെരുമാറുന്നു. ബംഗളൂരു കോറമംഗലയിൽ യുവതിയുടെ മൃതദേഹം ചാക്കിലാക്കി മാലിന്യ ട്രക്കിൽ തള്ളിയ സംഭവത്തിൽ പങ്കാളി അറസ്റ്റിലായി. ബംഗളൂരു ഹൂളിമാമ സ്വദേശി ആശയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അസം സ്വദേശി മുഹമ്മദ് ഷംസുദ്ദീനാണ് അറസ്റ്റിലായത്. മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ കേസെടുത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഷംസുദ്ദീനെ പിടികൂടിയത്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.